ഇങ്ങോട്ട് വാ 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 വേഗം വാ. അടിപൊളി സ്റ്റേ കാണിച്ചുതരാം. റിസോർട്ടും സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടുള്ള പോളി സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ വന്നിക്കില്ല എൻ്റെ പൊന്നി ചങ്ങായി, വരേണ്ട സ്ഥലമല്ലേ. കിടിലം വൈബാണ്, കാട്ടിൻ്റെ അകത്ത് നല്ല കിടിലം സ്റ്റേ. സഞ്ജീർ ഭായ്, നിങ്ങളിവിടെ അടിച്ചു പൊളിക്കല്ലേ, ആസ്വദിക്കാതെ. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചില്ലായിട്ടില്ലേ, പുതിയ ബിൽഡിംഗ് അല്ലേ? പുതിയ ബിൽഡിംഗ്. ഈ ഒരു ഹോം സ്റ്റേ, അതായത് ഈ ഒരു റിസോർട്ട് സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 റൂമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും 3 റൂമും അതിന്റെ ഒരുമിച്ച് 2 ഡബിൾ റൂം ആയിട്ട്. ഒരു വീട്ടില് 2 റൂം, മറ്റേ ഈ വീട്ടില് സിംഗിൾ റൂം ആയിട്ടാണുള്ളത്. പിന്നെ ഒരുമിച്ച് തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുകൂടാതെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, അതുപോലെ കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 3 ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് സുഖമായിട്ട് നല്ല പ്രൈവസിയോട് കൂടിയിട്ട് താമസിക്കാൻ പറ്റിയൊരു റിസോർട്ടാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. അതുപോലെ പൊല്യൂഷൻ ഇല്ല, കാടിന്റെ അകത്തായതുകൊണ്ട്. റോഡ് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്, 2 കിലോമീറ്ററോളം വരുന്നില്ല, 1.5 കിലോമീറ്റർ ഉണ്ട്, 1.5 കിലോമീറ്റർ മേലെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാടിനകത്താണ് ഈ ഒരു റിസോർട്ട് കിടക്കുന്നത്. അപ്പോൾ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 3 ഫാമിലിക്കും കുട്ടികൾക്കും അടിപൊളിയായിട്ട് നല്ല പ്രൈവസിയോട് കൂടിയിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ബ്രോ എന്താണ്, പൊളിയല്ലേ? ഭയങ്കര ബിരിയാണി ഒക്കെ ഉണ്ടാക്കുകയാണ്, അതിന്റെ പോരിച്ച് നമുക്ക് പിന്നെ പറയാം. മാമോ എങ്ങനെ ഉണ്ടായി ഫുഡ്? മാമന് ഭയങ്കര ഇഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറയും, ഇത് നിലവിൽപ്പുഴയാണ്. വയനാട്ടിൽ നമ്മൾ കുറ്റ്യാടി പോയി ചുരം കയറി ഉടനെ നിലവിൽപ്പുഴ ടൗൺ ആണ്. ആ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് മുണ്ടക്കൊമ്പ് എന്ന് പറയും. അപ്പൊ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഇവിടെ, ഫോഗൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പിന്നെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ സ്റ്റേൻ്റെ ഒരുമിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ? ഫുഡ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ പാക്കേജിന്റെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലഞ്ചും ഡിന്നറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൗകര്യം ഉണ്ട്, വീട് പോലെ ഉണ്ടായി കഴിക്കാം. തീർച്ചയായിട്ടും നല്ല കിച്ചൺ സൗകര്യങ്ങളും കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പൂള് കണ്ടല്ലേ, ഇതാണ് പൂള് കേട്ടോ. അപ്പം പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൂളുണ്ട്, വലിയ ആൾക്കാർക്ക് കളിക്കാൻ വേണ്ടി വലുതുമുണ്ട്. അപ്പോൾ ചില പിന്നെ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വലുതുണ്ടാവുക, മമ്മ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറുത് തന്നെ വേണം. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. കഴിഞ്ഞൊരു റിസോർട്ടിൽ പോയി നോക്കുമ്പോൾ വലുത് മാത്രമേ ഉള്ളൂ, ഇവന് ഇറങ്ങുന്നില്ല. എനിക്ക് ഇറങ്ങണമെന്നുണ്ട്, ഇറങ്ങാനും പറ്റുന്നില്ല, പേടിയാണ് ഭയങ്കര. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുളിക്കാൻ പറ്റുന്ന പൂളും ഉണ്ട്, അതുപോലെ ഊഞ്ഞാലുണ്ട്. ഇപ്പൊ കാലാവസ്ഥ മാറി കേട്ടാ, ചേഞ്ച് ആയി. അപ്പൊ ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞില്ല അല്ലേ, 5 കാലായി. അപ്പൊ ഇപ്പൊ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി, ഇപ്പൊ ചില്ലായിട്ട് തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ഇളം കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതാ കാലാവസ്ഥ ഒക്കെ മാറി നല്ലൊരു അടിപൊളി കാലാവസ്ഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പുറത്തിരിക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ്. നാട്ടിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടും ആ ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല പുറത്തിറങ്ങാൻ. അതിനൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഒരു 2 ദിവസം നിൽക്കാനൊക്കെ നല്ല. അതെ. അപ്പൊ ഇത് ബോസ്ക എന്നല്ലേ ഇതിന്റെ പേരില്ലേ? ബോസ്ക റിസോർട്ട്. എന്താണ് ഈ ബോസ്ക? ബോസ്ക എന്ന് പറയുന്നതിന്റെ ഓണർ ഒരു ബോസ് ഖാദർ എന്നാണ്. ബോസ്ക എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിന് ബോസ്ക ആ പേര് ഇതിനിട്ട് ബോസ്ക. കൂടാതെ നമ്മൾ ദുബായിലും ഒക്കെ റെസ്റ്റോറന്റ് ഒക്കെ ഈ പേരിൽ തന്നെയാണ് അവിടെ ദുബായിൽ. ഓക്കെ. അപ്പോൾ ബോസ്ക അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു കമന്റ് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, ഇനി രാത്രിയുള്ള വൈബും അതുപോലെ രാവിലെയുള്ള വൈബും ഒക്കെ നമുക്ക് കാണാം. അതുപോലെ റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ. അതിന്റെ സ്മൈല് വന്നത് കശ്മാങ്ങ തന്നിട്ടുണ്ടോ, അതുകൊണ്ട് അമ്പതാക്ക് പൂതി മാറുന്നില്ല. നമ്മളെ നാട്ടിൽ ഇനി പൊറത്തിക്കാൻ വാങ്ങാന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയാ നെല്ലിക്ക. ഇതാ ഇത് നമ്മുടെ നാട്ടിൽ പൊറത്തിക്കാൻ വാങ്ങാം. നിങ്ങളുടെ നാട്ടിൽ കശുമാങ്ങ കേട്ടാ. ഇതിങ്ങനെ മുളകിൽ മുക്കുക, എന്നിട്ടിങ്ങനെ ഉപ്പിൽ മുക്കുക, എന്നിട്ടിങ്ങനെ എടുക്കുക, എന്നിട്ടിങ്ങനെ എടുത്തിട്ട് പൊളിയല്ലേ, ഇഷ്ടപ്പെട്ടാ? ഇങ്ങനെ എടുത്തിട്ട് കശുമാങ്ങ ഇങ്ങനെ എടുത്തിട്ട് മുളകിൽ മുക്കുക, ഉപ്പിൽ മുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്ന. എന്താ രസം. മറിയൊന്നുമില്ലടാ. നല്ല ചൂടുള്ള ഓംലേറ്റ് ഉണ്ട്. നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ ചൂടുള്ള ചായ ഉണ്ട്, ഓംലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആവും.
എന്നിട്ട് സാൻഡ്വിച്ചോ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. നല്ല മുട്ടാളും നല്ല ക്രിസ്പി മുട്ടാണെങ്കിൽ നേരെ നമ്മളെ ബോസ്കിലേക്ക് വന്നാൽ മതി. നല്ല എപ്പോഴും നമുക്ക് ലഞ്ചും ഉണ്ടാക്കി തരും, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി തരും. രാത്രി നമ്മൾ ചിക്കനെല്ലാം പൊരിക്കുന്നുണ്ടോ, അതിപ്പോൾ ചിക്കനെല്ലാം പൊരിക്കുന്നുണ്ടോ. അപ്പം അടിപൊളി മുട്ട അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല ബ്രെഡ് വരച്ചുകൊണ്ട് അതിനപ്പുറം ഒന്നും ഇല്ലാത്തൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളി. ഇവിടെ വേണമെങ്കിൽ നേരെ നമ്മൾ ബോസ്കിലേക്ക് വന്നാൽ മതി. എന്താ രസം. അടിക്കല്ല ചിക്കൻ ചുടിഞ്ഞാണോ മമ്മു ചിക്കൻ ചുട്ടോണ്ടിക്കല്ലേ? ലൈവായിട്ട് ചിക്കൻ ചുട്ടോണ്ടിക്കാണ്. ഓൾമോസ്റ്റ് റെഡി ആനായില്ലേ? ഇപ്പം വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ചൂടാം അല്ലേ? ചിക്കൻ ചൂടാം, മീൻ ചൂടാം, എന്ത് വേണമെങ്കിൽ ചൂടാം അല്ലേ? പക്ഷെ നേരത്തെ പറയണം അല്ലേ? അത് ഇവിടെ നോക്കി പറയും. നേരത്തെ പറഞ്ഞാലേ കിട്ടും. ഇന്നത്തെ ഡിന്നർ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ, ആട്ടിൻ തലയാണ്, അതുപോലെ പോത്തുംകാല്, അതിൻ്റെ ഒരുമിച്ച് ചിക്കൻ നമ്മൾ ചുട്ടത് അൽഫാം, അതുപോലെ ടയർ പത്തിരി, അതുപോലെ പൊറോട്ട, നൈസ് പത്തിരി, മയനീസ്, സാലഡ്. അറേഞ്ച് ചെയ്യണമെന്നില്ല, പറയണം അല്ലേ? യെസ്. അപ്പോൾ നേരത്തെ പറയാം. മമ്മു പിന്നെ ആകെ കൺഫ്യൂഷനായി. കാരണം ഈ പോത്തുംകാല്, പോത്തുംകാല് നീയല്ലേ പോത്തുംകാല് ചോദിച്ചേ? ഞാൻ പോത്തുംകാലും നമ്മുടെ മട്ടൻ തലയും ഇതൊക്കെ കണ്ടപ്പോൾ മമ്മു ആകെ ഷോക്കായി. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഫുഡുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാക്കി തരും. നമ്മുടെ വയനാട് സ്പെഷ്യൽ പോത്തുംകാല് കേട്ടോ. മമ്മു തുടങ്ങി കഴിഞ്ഞില്ലേ? നീ കഴിച്ചോട്ടാ. അപ്പൊ സെറ്റ്. മൈനസ് കൂട്ടി അടിക്കാം. വയനാട്ടിൽ വന്നിട്ട് പോത്തുംകാല് കഴിച്ചിരിക്കുന്നത് മോശമല്ലേ? ഇത് പോത്തുംകാലല്ല, ഇത് ഒരു 1.5 പോത്തുംകാലാണ്. അതിൻ്റെ വലിപ്പം കണ്ടാ? വലിപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമുള്ള പോത്തുംകാലാണ്. എത്ര കിലോ ഉണ്ട്? 2-2.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ തുടങ്ങാം. ഫലോ കഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതാ എന്താ സോഫ്റ്റ് സാധനം, ഭയങ്കര സോഫ്റ്റ്. ഇതാ ഒരു രക്ഷയില്ല. ഇതാ ഊരി വീഴുന്നത്. ഇനി നമുക്ക് റൂം കാണാം. എത്ര റൂമുണ്ട് ഇവിടെ? 2 റൂം, അവിടെ 1 റൂം. ഇവിടെ ഇത് ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കാണാം. ഇത് റൂമാണ്. ഇതൊരു റൂം അല്ലേ? നല്ല റൂമാ. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? കബോർഡ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോവാം. ഇനി നമുക്ക് അടുത്ത റൂം കാണിക്കാം. അടുത്ത റൂമിൽ നിന്ന് പൂളൊക്കെ കാണാം അല്ലേ? ബാത്റൂം ഇതാ. ബാത്റൂം കാണിച്ചിട്ട് ബാത്റൂമാണ്. ഓക്കെ. ഇനി അടുത്ത റൂം ഇതാ. അടുത്ത റൂം ഇതാണ്. ഇതല്ല, ഇവിടെ നമുക്ക് പൂളെല്ലാം കാണാം അല്ലേ? ഇനി നമുക്ക് സിംഗിൾ റൂമുള്ള വില്ല കാണാം അല്ലേ? എന്നാ കയറിക്കോ, കാണിച്ചു കൊടുക്ക്. എത്ര റൂമുള്ള ഇതിനകത്ത്? 1 റൂം അല്ലേ? ഇത് ഒരു സ്റ്റുഡിയോ ടൈപ്പ് അല്ലേ? അകത്ത് കയറി കാണുന്ന ഇവിടെ സോഫ കാണാം. അതുപോലെ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്, അതായത് സിംഗിളാണ്. നമുക്കൊരു സ്റ്റുഡിയോ ടൈപ്പ് താമസമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ലൈറ്റൊക്കെ കത്തുന്നുണ്ടല്ലേ? മമ്മു ഇതൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. അടിപൊളി. നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ഇവിടെ കാണിച്ചു കൊടുക്കും. ഇനി ബാത്റൂം കാണിച്ചു കൊടുക്കും അല്ലേ? സെറ്റ് അടിപൊളി അല്ലേ? വലിയ ബാത്റൂമാണ്. ഇന്നത്തെ ലഞ്ച് അടിപൊളി ബിരിയാണി, ബീഫ് ബിരിയാണി. വേമ്പ ഓടിവാ. ഇന്ന് നല്ല കളർഫുള്ളായിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും മംഗളം മണത്തു കേട്ടോ. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും അതുപോലെ കോഴി പൊരിച്ചതും നല്ല അടിപൊളി അടിപൊളി കച്ചമ്പറും അതിൻ്റെ ഒരുമിച്ച് അച്ചാറും ഒക്കെ ആയിട്ട് ഫുള്ള് കളർഫുള്ളായിട്ടുള്ള നമ്മുടെ മലബാർ സ്റ്റൈൽ ഫുഡാണ്. ഇഷ്ടപ്പെടാം? അടിപൊളിയാ. നോട്ടെ ഞാൻ നോട്ടെ. അയ്യോ രക്ഷയാ. എല്ലൊക്കെ കാണുന്നുണ്ടേ. സെറ്റാണ് സാധനം. വയനാട് സ്പെഷ്യൽ തുറമാങ്ങ അച്ചാറും നല്ല ബീഫ് ബിരിയാണിയും കച്ചമ്പറും. പൊളിയാ.
എടാ മമ്മു ആ ഒരു ബിരിയാണി ഉണ്ടാക്കി ഇങ്ങനെ കാണണ്ടേ ആ കുടിക്കട്ടെ വാ ബ്രോ വാ വാ ഇയാളാണ് നമ്മളെ കുക്ക് ബ്രോ ഇങ്ങ് വാ. ഇങ്ങ് വാ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ ഇവരുടെ പേര് എൻ്റെ പേര് സിഹാജ്. സിയാദ് ഭായ് ആ നിങ്ങൾ ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലായി സൂപ്പർ അല്ലേ? ഫുഡ് ഉണ്ടാക്കുമോ അത്യാവശ്യം. ഹോട്ടലിൽ എന്തെങ്കിലും ഉണ്ടോ ഹോട്ടൽ ഫീൽഡിലാണ്. പറയാം ഓക്കെ നല്ല ബിരിയാണി ഉണ്ടോ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് ബീഫ് നല്ല പക്ക കുക്കാണ് സോഫ്റ്റ് ഹൽവ കഷ്ണം പോലെ ഉണ്ട് ബീഫ് ഇതാ യെസ് അപ്പോൾ നമ്മളിതാ ചെക്കൗട്ട് ചെയ്യാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് കേട്ടോ ബോംബെയിലേക്ക് പോവാണ് അത് ഓൺ റോഡ് എന്തോ ഒരു ആഗ്രഹം ലോങ് ട്രിപ്പ് പോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു 2 ദിവസം അടിച്ച് പൊളിച്ച് നിന്നു പൂളിൽ കുളിച്ചു പിന്നെ നല്ല ഫുഡ് കഴിച്ചു നല്ല സ്റ്റേ നമ്മൾ പോട്ടെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഇവിടുത്തെ അടിപൊളി ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷയില്ല അതുപോലെ 2 ദിവസം പോയത് അറിഞ്ഞേയില്ല നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളൊരു വീട്ടിൽ താമസിച്ചൊരു ഫീൽ ആയിരുന്നു കാരണം നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ ആയിരുന്നു അതാണ് നമ്മൾ കാര്യമായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ആ ഒരു പിന്നെ ഹോസ്പിറ്റാലിറ്റിയും കെയറിങ്ങും ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഒന്നുകൂടി അഡ്രസ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ലൊക്കേഷൻ വരുന്നത് വയനാട് നിരവലപ്പുഴ കുറ്റാടി ചുരം കയറി ഉടനെ മുണ്ടക്കൊമ്പ് മുണ്ടക്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിലെ അതെ ഇത് റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ ഫാമിലിയായിട്ട് 3 ഫാമിലിയൊക്കെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും ലൈഫ് ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക തൽക്കാലം നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം തീർച്ചയായിട്ടും എന്നാൽ പിന്നെ സെറ്റ് നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്താ രസം